ഗുഡ് മോർണിംഗ്. ഹായ്, ഹലോ, വെൽക്കം ടു നിഹാസ് പ്രബ് ചാനൽ. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിക്കുമായിരുന്നേ. അങ്ങനെ ഇന്നെന്തായാലും ആ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു 10 hours എബോ പഠിച്ചതൊന്നാണ്. കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് 8 hours പോവും, അതിനപ്പുറം ഒന്നും പോകാറില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് മൈ ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഒരു 12 hours സ്റ്റഡി വ്ളോഗും കൂടിയാണ്. അപ്പോൾ എന്തായാലും രാവിലെ ഒരു 4:15 ഞാൻ എണീറ്റ് കേട്ടോ. 4:15 ആയപ്പോൾ എണീറ്റ് പിന്നെ ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് നമ്മുടെ മുടിയൊക്കെ കെട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ആൻഡ് പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലും PSC ആണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ബിക്കോസ് ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ വെറുതെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, നമ്മൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമല്ലോ. അങ്ങനെ എന്തായാലും രാവിലെ എണീറ്റുടൻ ഫ്രഷായി മുടിയൊക്കെ കെട്ടി രാവിലെ ആദ്യം തന്നെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1/2 ലിറ്റേഴ്സോളം എൻ്റെ ബോട്ടിലിൻ്റെ ഒരു ഹാഫോളം ഞാൻ കുടിക്കാറുണ്ട്. ബിക്കോസ് വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ്സൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ എന്ന് രാവിലെ ചെയ്യുന്ന പരിപാടിയാണ്. മുമ്പ് യോഗയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്, പക്ഷേ ഇപ്പോൾ മെഡിറ്റേഷനാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. കാരണം മെഡിറ്റേറ്റ് ചെയ്തിട്ട് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു സമാധാനം കിട്ടിയൊരു ഫീലാണ് നമുക്ക്. ഇനി ഒരുപാട് നേരം പഠിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എണീറ്റ് ഒരു 10 minutes എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഒരു ദിനചര്യയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 14 hours ടൈമർ വെച്ചിട്ടുണ്ട്. 14 ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, കാരണം ഞാൻ വിചാരിക്കുന്നതിൻ്റെ ഒരു 1-2 hours കൂടുതലേ ഞാൻ എപ്പോഴും ടൈമർ വയ്ക്കാറുള്ളൂ. കാരണം കറക്റ്റ് ആ ടൈം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു മൂഡുണ്ടാവില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ വയ്ക്കുമ്പോൾ അയ്യോ അത്രയും തീർക്കണമെന്നൊക്കെ ഉള്ളൊരു മനസ്സിൽ തോട്ട് വരുമായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ ടു ഡു ഒക്കെ എഴുതിയിട്ടാണ് ഇരിക്കുന്നത്. ടു ഡു എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വല്ലാത്ത എന്താ പറയുക, പകുതി നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത മാതിരിയാണ്. കാരണം നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് നമ്മുടെ മുന്നിലുണ്ട്, ഒരു ഫ്രെയിം വർക്ക്, റോഡ് മാപ്പ് നമ്മുടെ കയ്യിലുണ്ടാവും. അല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്ത് പഠിക്കും എന്ത് ചെയ്യും എന്നൊന്നും ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ എഴുതി ഞാൻ എപ്പോഴും എൻ്റെ മുന്നിൽ തന്നെ അത് എടുത്ത് വയ്ക്കും കേട്ടോ. കാരണം മുന്നിൽ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഞാനൊരു ക്വാട്ടും കൂടി എഴുതി വയ്ക്കാറുണ്ട് കേട്ടോ. എൻ്റെ അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് ഒന്ന് ബോറടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ഡീമോട്ടിവേറ്റ് ആകുമ്പോഴൊക്കെ കാണുമ്പോൾ യെസ് നമ്മൾ പഠിക്കണം എന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഒരു കോട്ടും കൂടി അതിൻ്റെ കൂടെ എഴുതിക്കുക. ആദ്യമൊക്കെ ഇംഗ്ലീഷിലാട്ടോ എഴുതി വെച്ചിരുന്നത്, പക്ഷേ പിന്നെയാണ് മലയാളത്തിൽ എഴുതി വെക്കുന്നതാണ് ദാറ്റ്സ് ഗുഡ് എന്ന് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ മദർ ടങ് ആണല്ലോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൂടുതൽ. അപ്പോൾ ഞാൻ മലയാളത്തിൽ എഴുതി വെച്ച് തുടങ്ങുമ്പോൾ ഇറ്റ്സ് ഗുഡ്, എനിക്കത് കുറച്ചുകൂടി ഇതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ PSCക്കാണ് ഇപ്പോൾ കുറച്ചധികം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് PSCയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ടോപ്പിക്ക് പഠിച്ചു. ക്ലാസ്സിന് പോയി അവിടുത്തെ നോട്ടും ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കി. ഒരു റാങ്ക് ഫയലും വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് എഴുതാനുണ്ടായിരുന്നു, അതും എഴുതി, അതും വായിച്ചു വെച്ചു. അപ്പോഴത്തേക്കും തന്നെ ഞാനൊരു 1.5 മണിക്കൂറോളം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് പള്ളിയിൽ പോകാമെന്ന് കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോകാനൊക്കെ ഒന്ന് റെഡിയായി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചു. കാരണം എനിക്കിങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പം എന്തൊരു എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെയാണല്ലോ, പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ. അപ്പോൾ ഒരുങ്ങി ലിപ്സ്റ്റിക് ഇട്ട് കമ്മലിട്ട് മലയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഞാൻ അങ്ങനെ പള്ളിയിൽ പോയിട്ട് വരാം ഗായ്സ്. അങ്ങനെ പള്ളിയിൽ പോയൊന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ. പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഉള്ളിച്ചമ്മന്തിയായിരുന്നേ. അങ്ങനെ അത് രണ്ടും കഴിച്ച് പിന്നെ വീണ്ടും നമ്മുടെ ആസ് യൂഷ്വൽ പഠിത്തമാണല്ലോ. അതിന് കയറുന്നതിന് മുന്നേ ബെഡിൽ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ പഠിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നത്, എനിക്ക് കറണ്ട് അഫയേഴ്സ് ജൂണിലെ കറണ്ട് അഫയേഴ്സ് എക്സാം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ PSCയുടെ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോഴവിടെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും എക്സാം ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ജൂണിൻ്റെ കറണ്ട് അഫയേഴ്സ് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ നെയിംസൊക്കെ പഠിക്കാൻ കുറച്ച് ടഫാണ്. ബാക്കിയൊക്കെ പഠിക്കും, ഇങ്ങനെ പേരുകൾ, ഈ പുരസ്കാരം കിട്ടിയവരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ പാടാണ്. അപ്പോൾ അത് ഇത്തിരി പഠിക്കാൻ ടഫായിരുന്നു. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പേജ് പഠിച്ചിട്ട് എൻ്റെ സിസ്റ്റേഴ്സിനെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ഞാൻ പഠിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പഠിച്ച് ആ ഒരു പൊസിഷനിൽ എനിക്കൊരു ബോറടി തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ പുറത്ത് പടിയിൽ പോയിരുന്നു കുറേ നേരം പഠിച്ചു കേട്ടോ. അങ്ങനെ പഠിച്ച് ആ കറണ്ട് അഫയേഴ്സ് ഫുള്ള് ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു ആ ജൂണിലെ. അപ്പോഴത്തേക്കും തന്നെ ഒരു 7.75 മണിക്കൂർ പിന്നെ ബാക്കിയുള്ളൂ പഠിക്കാൻ. സോ അപ്പോൾ അത്രയും നേരം പഠിച്ച ശേഷം ഞാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു SCRT ടെസ്റ്റും ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സ് കൂടി പ്രിപ്പയർ ചെയ്തു. പിന്നെ വന്ന് കുളിച്ചു കേട്ടോ.
കുളിച്ച് വന്ന് നല്ല ഫ്രഷായ ശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പഠിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ ഞാൻ കപ്പ കഴിച്ചായിരുന്നു കേട്ടോ. കപ്പയും കാന്താരി ചട്നിയും. ഒടുക്കത്തെ ഫീൽ. എന്നാ കോമ്പായോ അല്ലേ. അടിപൊളിയാണ് കപ്പയും ചട്നിയും. അടിപൊളിയായിരുന്നു. അങ്ങനെ അതും കഴിച്ച് പിന്നെ പഠിത്തം. ഞാൻ നേരത്തെ കുറച്ച് SCERT നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് അത് നന്നായിട്ട് പഠിച്ചു. SCERT എനിക്ക് കുറച്ച് ടഫാണ്. കാരണം നമ്മൾ PSCക്ക് മലയാളം ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വന്നതുകൊണ്ട് എനിക്ക് ഈ SCERTയിലെ വേർഡ്സൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഇംഗ്ലീഷുകാരിയൊന്നുമല്ല. ദാറ്റ് മീൻസ് നമ്മളെന്താ പറയുക, നമ്മൾ ഈ ആക്സിലറേഷൻ, വെലോസിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ മലയാളമൊക്കെ പഠിച്ചെടുക്കുക എനിക്ക് കുറച്ച് ടഫാണ്. ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയൊക്കെ വാക്കുകളൊക്കെ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കുഞ്ഞിലെ പോലെ ഇങ്ങനെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് വേർഡ്സ് ആണല്ലോ പഠിച്ചു വരുന്നത്. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പത്രം വായിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പത്രം വായിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒരു 5 മിനിറ്റ് കിടന്നുറങ്ങി എണീറ്റു. അങ്ങനെ കിടന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി. ചാടി എണീറ്റ് പിന്നെ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് ഒന്ന് ചെറിയൊരു റിഫ്രഷ്മെൻ്റൊക്കെ ആയിട്ട് ഒരു കട്ടനും എടുത്തിട്ട് പിന്നെ വന്നിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എണീറ്റൊന്ന് നടന്നിട്ടൊക്കെ വന്നപ്പോൾ തന്നെ ഞാനൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നേ. പിന്നെ ആ കട്ടനും കുടിച്ച് ബാക്കി പത്രം വായിക്കാനുള്ളത് വായിച്ചു. അതിൽ നിന്നുള്ള നോട്ട്സ് എഴുതി അതൊന്ന് റിവൈസ് ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്, ഇടയ്ക്കൊന്ന് കറങ്ങാൻ പോയിരുന്നു കേട്ടോ. ഇടയ്ക്ക് എണീറ്റൊക്കെ ഒന്ന് പോയിട്ട് വന്നാണ് ഇരുന്നത്. അത് തന്നെ എടുത്തിട്ടില്ല. പിന്നെ NCERT വായിക്കാനുണ്ടായിരുന്നു. അങ്ങനെ NCERTയുടെ 6th സ്റ്റാൻഡേർഡ് ജിയോഗ്രഫി ആട്ടോ. അത് ഈസി ആയിരുന്നു. നല്ല ഈസി ടെക്സ്റ്റ് ബുക്കാണ്. കുഞ്ഞ് ചാപ്റ്റേഴ്സൊക്കെ ആയിരുന്നു. 2-3 പേജസൊക്കെ ചാപ്റ്റേഴ്സ് ഒരു ചാപ്റ്ററൊക്കെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ അതെഴുതി. അതിൻ്റെ നോട്ട്സ് ഞാൻ എഴുതുന്നതാണ്. എനിക്ക് എഴുതുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ചിലർ പറയും ഈ 6th സ്റ്റാൻഡേർഡിൻ്റെയൊക്കെ എന്തിനാണ് വെറുതെ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ചോദിക്കും. പക്ഷേ എനിക്കെന്തോ എഴുതുമ്പോൾ അതൊരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ്. കൈയൊക്കെ വേദനിക്കും എഴുതി. എന്നാലും എനിക്ക് എഴുതിയില്ലെങ്കിൽ എന്തോ ഞാൻ പഠിക്കാത്ത പോലൊരു ഫീലാണ് കേട്ടോ. അത് ചിലർക്ക് അങ്ങനെയാണ്. എഴുതിയില്ലെങ്കിൽ വല്ലാതെ എന്തോ പഠിച്ചില്ല എന്നൊക്കെ തോന്നും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മാത്സിൽ PSCയുടെ തന്നെ മാത്സ് ജിയോമെട്രിയാണ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. ജിയോമെട്രി പിന്നെ മാത്സ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നൈറ്റിലത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ, ഏറ്റവും ലാസ്റ്റത്തേക്ക്. കാരണം നമുക്ക് നൈറ്റ് മാത്സ് ഒക്കെ ചെയ്യാനാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെയല്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ബിക്കോസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇടുമ്പോൾ ഗുഡ് എന്ന് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ അതും കിട്ടും അടുത്തത്, അങ്ങനെ കിട്ടാതെ വന്നാൽ കുറച്ച് ബോറടി ആയിരിക്കും. എന്നാലും അത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നൈറ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. അങ്ങനെ ഞാനൊരു 11:15 ആയപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ മുറിയുടെ അവസ്ഥ വളരെ നിരാശാജനകമായിരുന്നു കേട്ടോ. കാരണം ഞാൻ പഠിച്ച് ടേബിളിൽ ഇരുന്ന് പഠിച്ച് അവസാനം എൻ്റെ ബെഡിലായി ബുക്കെല്ലാം കൂടി. നൈറ്റ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ പഠിത്തം. അങ്ങനെ പിന്നെ ഈ വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് കുറച്ചധികം ഉണ്ടായിരുന്നു. ജിയോമെട്രിയുടെ 2Dയും 3Dയും ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ആ ഒരു ഇതിലിരുന്നിട്ട് 2Dയും 3Dയും അങ്ങനെ ഫുള്ള് എല്ലാ ക്വസ്റ്റ്യൻസ് റാങ്ക് ഫയലിലുള്ളതും ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ തൊഴിൽ വീതിയിൽ നിന്നും പിന്നെ കുറച്ച് പ്രീവിയസ് ഇയറൊക്കെ കിട്ടിയതൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി കംപ്ലീറ്റ് ചെയ്ത്. ഇതിൻ്റെ ക്ലാസ് എനിക്ക് PSC ക്ലാസ്സിന് അവിടെ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പഠിക്കാൻ വേണ്ടി എടുത്തു വെച്ചത്. അപ്പോൾ അവിടെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെയ്തു. അങ്ങനെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് ഇന്നത്തെ ദിവസത്തെ പഠിത്തം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ ബുക്കെല്ലാം അവിടെ ഇവിടെ ആയിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് ഒതുക്കി വയ്ക്കാൻ നല്ല പണിയുണ്ടായിരുന്നു. മാത്സ് ആയതുകൊണ്ട് തന്നെ ചെയ്ത് അങ്ങനെ ക്ഷീണിച്ചു എന്നൊന്നും പറയാനില്ല. മാത്സ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ചെയ്ത് അങ്ങനെ ഒരു 11:45 ആയപ്പോൾ ഞാൻ പഠിച്ച് നിർത്തി. 11:45 എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരം പഠിച്ചു എന്നൊരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഒരു 12.5 മണിക്കൂറോളം പഠിച്ചു. ഞാൻ 14 മണിക്കൂറിൻ്റെ ടൈമറാണ് വെച്ചത്. അപ്പോൾ അതിൽ 1.5 മണിക്കൂറേ ബാക്കിയുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം പഠിച്ചതാണല്ലോ ഇത്രയും നേരം. അങ്ങനെ ബുക്കൊക്കെ എടുത്ത് ഒതുക്കി വെച്ച് കിടക്കാൻ വേണ്ടി റെഡിയായി. എൻ്റെ ടു ഡു ലിസ്റ്റ് എടുത്തൊന്ന് മാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം. അയ്യോ, ഇങ്ങനെ എല്ലാത്തിലും ടിക്ക് വീഴുമ്പോഴൊരു സമാധാനം ഉണ്ടല്ലോ. എൻ്റെ മോനെ. പിന്നെ ഒരു 2 എക്സ്ട്രാ വെച്ചിരുന്നു കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ പഠിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത് വലിയ സങ്കടമില്ല. അപ്പോൾ ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ ഗൈസ്. ഇനി ഉറങ്ങിയില്ലെങ്കിൽ നാളെ രാവിലെ എണീക്കില്ല. ബൈ സബ്സ്ക്രൈബ് ഗൈസ്.